similarities of genes and chromosomes led to the postulation of chromosomal theory of inheritance. So Sutton and Boveri chromosomal theory of inheritance കൊണ്ടുവരാൻ പറ്റിയത് എങ്ങനെയാണ്? ജീൻസിൻ്റെയും ക്രോമസോംസിൻ്റെയും സിമിലാരിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് മനസ്സിലായത്, എങ്ങനെയാണ് ഇൻഹെറിറ്റൻസിന് ക്രോമസോംസ് സഹായിക്കുന്നത്. സോ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് കൊണ്ടുവരാനായിട്ട് ഈ ജീനിൻ്റെയും ക്രോമസോമിൻ്റെയും സിമിലാരിറ്റീസ് ഒരുപാട് സഹായിച്ചു. അതിനുവേണ്ടി സട്ടൺ ആൻഡ് ബോവേരി മെൻഡേലിയൻ പ്രിൻസിപ്പിൾസും അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് വന്നത്. സോ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൽ പറയുന്നത് എന്താണ്? ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ക്രോമസോം. നമുക്കറിയാം ക്രോമസോമുകളിലാണ് ഈ ജീൻസിൻ്റെ ലൊക്കേഷൻ. ആൻഡ് ദേ ലേറ്റർ സെഗ്രിഗേറ്റ് ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട് ഡ്യൂറിങ് മിയോസിസ്. സോ ക്രോമസോമുകളിലാണ് ജീൻസിൻ്റെ ലൊക്കേഷൻ. അവർ അതിനുശേഷം സെഗ്രിഗേറ്റ് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യുന്നു. എപ്പോൾ? മിയോസിസിൻ്റെ സമയത്ത്. സോ ഡ്യൂറിങ് മിയോസിസ് ക്രോമസോമിലുള്ള ജീനുകൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പറയുന്നത്. സോ ജീൻസ് ക്രോമസോമുകളിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യും അസോർട്ട് ചെയ്യും ചെയ്യുന്നു മിയോസിസിൻ്റെ സമയത്ത്. അതായത് ഗാമെറ്റ് ഫോർമേഷൻ സമയത്ത് ഈ ക്രോമസോമിലുള്ള ജീനുകൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട് ചെയ്യുന്നു. ഇതാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ബൈ സട്ടൺ ആൻഡ് ബോവേരി പറയുന്നത്.